ഇത് ISPയുടെ ഫ്രണ്ട് ലോഡാണ്, 3 വട്ടം വരുന്ന ടൈപ്പ് മോഡലാണ്. ഇതിൻ്റെ കംപ്ലൈൻറ്റ് ഇൻലെറ്റല്ല, ഡ്രെയിൻ മോട്ടർ വർക്ക് ചെയ്യാത്ത കംപ്ലൈൻറ്റ് ആയിരുന്നു. ഈ വലിയ ട്രാൻസിസ്റ്റർ കണ്ടില്ലേ, അത് മാറ്റിയിട്ട് നോക്കി, പക്ഷേ റെഡി ആയില്ല. പിന്നെ അതിൻ്റെ മുകളിലുള്ള മറ്റേ ചെറിയത് കണ്ടില്ലേ, ഈ സാധനം, ഇത് മാറ്റിയിട്ട് നോക്കി, എന്നിട്ടും റെഡി ആയില്ല. ഇത് രണ്ടും മാറ്റി നോക്കി, ഈ റെസിസ്റ്റർ മാറ്റി, എന്നിട്ടൊന്നും റെഡി ആയിട്ടില്ല. പിന്നെ ഇങ്ങനെ തപ്പി തപ്പി ഇൻ്റെ വേറൊരു പഴയ ബോർഡ് ഉണ്ടായിരുന്നു. അപ്പോൾ ആ ബോർഡിൽ ട്രാക്ക് ഇങ്ങനെ നോക്കിയപ്പോൾ ഇവിടെ ഒരു കമ്പോണൻസ് വരുന്നുണ്ട്, ഇവിടെ ഒരു ഇത് വരുന്നുണ്ട്. അപ്പോൾ ഇത് കത്തിപ്പൊറുക്കായിരുന്നു. അപ്പോൾ ഇത് മാറ്റിയിട്ടപ്പോൾ സംഭവം റെഡി ആയിട്ടുണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് നേരെ ഇവിടെ ഒരു IC വരുന്നത്. ആ ICയിലേക്കാണ് പവർ പോകുന്നത്. ഇതിൽ കറക്റ്റ് കാണും, ഇതല്ലേ ഈ ICയിലേക്കാണ് പോകുന്നത്. പിന്നെ ഈ പഴയ ബോർഡിൽ നിന്ന് ഒന്ന് ഊരിയിട്ട് ഇതിലിട്ട് നോക്കിയപ്പോൾ സാധനം വർക്ക് ചെയ്യുന്നുണ്ട്, മോട്ടർ റെഡി ആയിട്ടുണ്ട്. മോട്ടർ റെഡി ആയിട്ടുണ്ട്, മോട്ടർ വർക്കിംഗ് ആണ്. ഈ ബോർഡ് ഒരിട്ട് സർവീസ് ചെയ്ത് കൊണ്ടുവന്ന ബോർഡാണ്. ഇതിൻ്റെ ട്രയാക്കൊക്കെ മാറ്റി കൊണ്ടുവന്നതാണ്. ട്രയാക്കിൻ്റെ കംപ്ലൈൻറ്റ് വെച്ചിട്ട് ഒരു ട്രയാക്ക മാറ്റി പോകുന്നതാണ്. ട്രയാക്ക് മാറ്റിയിട്ട് റെഡി ആയില്ല. വയറിംഗ് കിറ്റൊന്നും കൊടുക്കാത്തതുകൊണ്ട് ഒരു കറക്റ്റ് ചെക്ക് ചെയ്യാൻ കഴിയില്ല. ട്രയാക്കിൻ്റെ കംപ്ലൈൻറ്റ് ആക്കിച്ചിട്ട് അത് മാറ്റിയിട്ടതാണ് ഒരു മാറ്റിയിട്ടും റെഡി ആയില്ല. പിന്നെ കസ്റ്റമറായിട്ട് കൊണ്ടുപോയി ഫിറ്റ് ചെയ്ത് നോക്കിയപ്പോൾ വർക്ക് ചെയ്യുന്നില്ല. അങ്ങനെ ലാസ്റ്റ് വയറിംഗ് കിറ്റ് അടക്കാണ്ട് ഊരിപ്പോന്ന്, എല്ലാം കൂടി ഊരിപ്പോന്ന് ചെക്ക് ചെയ്യാണ്. സംഭവം റെഡി ആയിട്ടുണ്ട്. ഇതിങ്ങനെ ചെറിയത് അപ്പോൾ ഇങ്ങനെ പ്രിൻ്റ് ആപ്പോലെ ആൾക്കാർ ചെക്ക് ചെയ്യാൻ ടെസ്റ്റ് ആയിരിക്കും. പിന്നെ ഇതിനെക്കുറിച്ച് വലിയൊരു ഐഡിയ ഒന്നും ഇല്ല, എന്നാലും ഞാൻ എൻ്റെ മെക്കാറ്റ് വലിയതായിട്ടുള്ളൂ. പിന്നെ ഏകദേശം ചെറിയ ബോർഡിൻ്റെ പണിയൊക്കെ എടുക്കും, വലിയ ഐഡിയ ഒന്നും ഇല്ല കേട്ടോ. പിന്നെ ഞങ്ങൾ ഊരി മാറ്റിയിട്ട് വെക്കുക. പഴയ ബോർഡ് ഉണ്ടായപ്പോൾ വേറെ ഈ ബോർഡ് കിട്ടാനും ഇല്ല. പുതിയ ബോർഡ് അന്വേഷിച്ചപ്പോൾ സാധനം ഭയങ്കര നല്ല റേറ്റാണ്, പുതിയ ബോർഡ് കിട്ടാനും ഇല്ല. വെറുതെ ഒന്ന് നോക്കിയപ്പോൾ സംഭവം റെഡി ആയിട്ടുണ്ട്. ഇത് നോക്കുകയാണെങ്കിൽ വയറിംഗ് കിറ്റ് ഇതുപോലത്തെ ഇവിടുത്തെ സെൻസർ ഉണ്ടല്ലോ, ഹീറ്ററിൽ വരുന്ന സെൻസർ, ആ സെൻസർ അടക്കം കൊണ്ടുവരണം. എല്ലാ സാധനവും ഫുൾ വയറിംഗ് കിറ്റിൽ എല്ലാ സാധനവും വേണം. പ്രസ് സെൻസറും ഡോർ സ്വിച്ച് എല്ലാ കാര്യങ്ങളും ഉണ്ടെങ്കിൽ മാത്രമേ ഈ ബോർഡ് റൺ ചെയ്ത് വെച്ച് നോക്കാൻ കഴിയുള്ളൂ. ഇത് കണ്ടില്ല, ഓരോ സ്ഥലത്ത് ഇങ്ങനെ ചോരണ്ടി നോക്കിയതാ. ഇവിടെ ചോരണ്ടി നോക്കി, അപ്പോൾ ഇവിടെ ട്രാക്ക് കിട്ടി. പിന്നെ അത് കഴിഞ്ഞിട്ട് നേരെ ഈ പിന്നിലേക്ക് വന്ന് ചെറിയതുണ്ടില്ലേ, ഇതിലേക്കാണ് പോകുന്നത്. ബേക്ക് കട്ട് ചെയ്ത് നോക്കണം, എന്നാലും അറിയാൻ കഴിയുള്ളൂ. അപ്പോൾ ബേക്ക് കട്ട് ചെയ്ത് നോക്കിയപ്പോൾ ഇവിടെ വരുന്നത്. അവിടെ നിന്ന് പിന്നെ നേരെ ഇവിടെയൊക്കെ ചോരണ്ടി നോക്കി. ലാസ്റ്റ് ഇവിടെ ഉണ്ടില്ലേ, പിന്നെ ഇവിടെ ചോരണ്ടി നോക്കി. എന്നിട്ടാണ് ഇത് കുറേ ഇങ്ങനെ വയറിങ്ങനെ പോകുന്നതുകൊണ്ട് എവിടെയൊന്നും അറിയാൻ കഴിയുന്നില്ല. ഇവിടെ വന്നപ്പോൾ നേരെ മുകളിലെത്തി. പിന്നെ ഇവിടെ കുറേ ചോരണ്ടി നോക്കി. ഇതല്ലേ കുറേ ചോരണ്ടി നോക്കി, എന്നിട്ടും കിട്ടിയില്ല. ലാസ്റ്റ് ഇങ്ങനെ തപ്പി തപ്പി പോയപ്പോൾ ഇവിടെ എത്തി. ഇവിടെ നോക്കപ്പോൾ ഇത് കത്തി കിടക്കുന്നുണ്ട്, ഇവിടെ കത്തി കിടക്കുകയായിരുന്നു. അപ്പോൾ അത് മാറ്റിയിട്ട് സംഭവം റെഡി ആയിട്ടുണ്ട്. അത് നേരെ പിന്നെ പോകുന്നത് ഈ പിന്നിൽ നിന്ന് നേരെ ഈ കാലിൽ നേരെ ഈ ICയിലേക്കാണ്. പിന്നീട് വരികയാണെങ്കിൽ IC കംപ്ലൈൻ്റ് ആക്കാൻ സാധ്യത. കണ്ടില്ലേ, ഈ ICയിലേക്കാണ് പോകുന്നത്. അവിടെ ഒരു ചെറിയൊരു ട്രാൻസിസ്റ്റർ പോലെ സാധനമുണ്ട്, അത് മാറ്റിയിട്ട് നോക്കി. പിന്നെ ഇവിടെ ഒരു റെസിസ്റ്റർ വരുന്നുണ്ട്, അപ്പോൾ ഇതിൻ്റെ ഒരു അതിലേക്ക് ഇട്ട് നോക്കി. മൊത്തം ഈ ബോർഡിൽ നിന്ന് ഒരു അതിലേക്ക് ഇട്ട് നോക്കിയതാണ്. സംഭവം എന്തായാലും റെഡി ആയിട്ടുണ്ട്. ഉണ്ടെങ്കിൽ ബോർഡൊന്ന് എടുത്ത് കൊണ്ടുവന്നിട്ട് ഒന്ന് വെറുതെ ഒന്ന് അയച്ചു നോക്കി ഫുള്ളും തപ്പി നോക്കിയാൽ മതി. ചെറിയ ഐഡിയ ഉണ്ടെങ്കിൽ അങ്ങനെ കിട്ടാൻ സാധ്യത ഉണ്ട്. ചെറിയൊരു കംപ്ലൈൻറ്റ് ഉണ്ടാവുള്ളൂ, പക്ഷെ അത് കണ്ടുപിടിക്കാൻ റിസ്ക്കാണ്, അതാണ് കുഴപ്പം. ഇത് ബോർഡ് നന്നാക്കുന്ന പോലെ അപ്പോൾ വാഷിൻ്റെ ബോർഡ് അങ്ങനെ കൂടുതൽ എടുക്കാൻ നിൽക്കില്ല. ബോർഡ് AC ബോർഡൊക്കെ സുഖമാണല്ലോ യൂസ് ചെയ്യണേ. ഇത് ഫുള്ള് ഇങ്ങനെ കവറിങ് ടൈപ്പ് ആയതുകൊണ്ട് കട്ട് ചെയ്ത് നോക്കണം, എവിടെയൊന്നും ഒരു ഐഡിയ ഉണ്ടാവില്ല. അല്ലെങ്കിൽ അത്ര ഒരു ഐഡിയ ഉള്ളവർക്ക് മാത്രമേ ഇത് ചെയ്യാൻ കഴിയുള്ളൂ. അപ്പോൾ ഇതിന് പണിയെടുക്കാൻ ആരും നിൽക്കില്ല. അങ്ങനെ ബോർഡ് ഇട്ടാണെങ്കിൽ
ഏകദേശം കഴിയില്ലെങ്കിൽ ആ വയറിംഗ് കിറ്റ് അടക്കം ഊരി പോരുക. എന്നിട്ട് ഓരോ സെഷനായിട്ട് ഇങ്ങനെ ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി. സംഭവം റെഡിയാവും. കുറച്ച് കുത്തിരുന്നാൽ മതി. ഞാൻ 2-3 ദിവസം കുത്തിരുന്നിട്ടാണ് ഈ സാധനം കണ്ടുപിടിച്ചത്. ബോർഡ് ഞാൻ കുറേ തപ്പി നോക്കി, പക്ഷേ ബോർഡ് കിട്ടാനില്ല. പുതിയ ബോർഡില്ല. പിന്നെ പുതിയ ബോർഡ് നല്ല റേറ്റാണ് പറയുന്നത്. പിന്നെ വേറെ ഒരു സെക്കൻഡ് ബോർഡ് ഉണ്ട്. ആ ബോർഡ് റെഡിയായി കൊടുക്കാൻ നോക്കിയപ്പോൾ അത് കൊണ്ടുപോയിട്ടപ്പോൾ ഡ്രെയിൻ മോട്ടർ വർക്ക് ചെയ്യുന്നില്ല. അപ്പോൾ പിന്നെ ഊരി കൊണ്ടുവന്ന് വീണ്ടും ഇപ്പോൾ വയറിംഗ് കിറ്റ് അടക്കം ഊരി ഫുള്ള് ചെക്ക് ചെയ്ത് ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്.